Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Sin runs deep, your grace is warm. Where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. So teach my soul to trust you. When temptations comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ.
പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങനെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. മാതാവേ, മാതാവേ, എൻ്റെ അമ്മയുടെ അപേക്ഷിക്കുക ഹൃദയത്തിലുള്ളതായി കേട്ടണമേ. അരികിൽ വരേണേ അഭയം തരണേ, അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. അരികിൽ വരേണേ അഭയം തരണേ, എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. തേടി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, ആകെ മോദമായി തേടി വന്നവൻ, കൃപകൾ ചൊരിയുവാൻ ചാരെ നിന്നവൻ, എൻ്റെ നാഥൻ മനസ്സിൽ നിറയും ദൈവമേ, എന്നെ അറിയും ദൈവമേ. നായക നീ വരൂ, ഏകിടാം പൂർണ്ണമായി. അരികിൽ വരേണേ അഭയം തരണേ, എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ. പാടി പാടി വാഴ്ത്തുവാൻ, വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപനെ. പാടി വാഴ്ത്തുവാൻ, വരങ്ങൾ നേടുവാൻ തേടി വന്നിവർ സ്നേഹരൂപ. രോഗങ്ങൾ അഖിലവും മാറുവാൻ എന്നിൽ വരണേ, കരുണയായി ദൈവമേ നീ വരൂ, ഏകിടാം എന്നെയും. അരികിൽ വരേണേ അഭയം തരണേ, അരികിൽ വരേണേ അഭയം തരണേ. എൻ മാർഗമേ, എൻ ജീവനേ, എൻ മാർഗമേ, എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ ദൈവമേ.
അടുക്കിൽ വരേണേ, അഭയം തരണേ. എൻ മാർഗമേ എൻ ജീവനേ, എൻ മാർഗമേ എൻ ജീവനേ, എല്ലാമാവും പുകഴ്ത്തുന്ന സ്നേഹസാരമേ. ദൈവമേ ദൈവമേ ദൈവമേ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വരികയാണ്. നമ്മൾ ഒന്നിച്ചുകൂടി ഈ വീടിന് വേണ്ടി നമ്മുടെ ഈ ഉദാശീയ ഈശ്വര സാന്നിധ്യത്താൽ അവർ കൂടുതലാകുവാനും ജീവിതത്തിലൂടെ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ചെയ്യുവാനും ഈ കാലഘട്ടത്തിൽ അനുസൃതമായി ജീവിക്കുവാനുള്ള ദൈവങ്ങളെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ശുദ്ധമായ നമുക്ക് നമ്മുടെ ഒത്തിരി വിശ്വാസത്തോടെ ഈശ്വരമായ സംബന്ധിച്ച് നമുക്ക് ഈ മതലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. See
എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും സഭയിൽ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ എല്ലാം സൃഷ്ടാവുമാകും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ. സഹോദരനെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും മലാക്കി പ്രവാചകന്റെ പുസ്തകമായ
മലിനമായ ഭക്ഷണം എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ലഭിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരമായി നിങ്ങൾ കരുതി. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചു. അത് തിന്മയല്ലേ? മുടന്നുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരികൾ കാഴ്ചവെച്ചാൽ അവർ സന്തുഷ്ടരാകുകയോ നിങ്ങളോട് വീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളെ കർത്താവ് ചെയ്യുന്നു. കർത്താവിന്റെ വീതി ലഭിക്കുവാൻ നിങ്ങൾ കാര്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു. നിങ്ങളുടെ ബലിപീഠത്തിൽ വ്യക്തമായി തീരുമാനിക്കാൻ നിങ്ങൾ ആരെങ്കിലും മാറാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ ഞാൻ കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ മഹത്വമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചകളും അർപ്പിക്കപ്പെടും. എന്നാൽ ജനതകളുടെ എന്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു. കർത്താവിന്റെ ബലിപീഠത്തെ വിധിക്കാൻ നിന്നതമായ ഭോജനം അത് അർപ്പിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. ശ്രമിക്കുന്നതിനും ലഭിക്കുന്നതിനും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപയോഗിക്കുന്ന സ്നേഹവും ശരണവും രക്ഷീകരണവും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനുമേ കർത്താവിനെ സഹായിക്കുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പാരമ്പര്യമായ കാര്യം ഇതാണ്. കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം കുറച്ചുകൊണ്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നത് വരെ കർത്താവിന്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യരുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യരും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നതെന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ തന്റെ തന്നെ ന്യായത്തിലാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാവുകയും മറ്റെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. Hallelujah, hallelujah, hallelujah.
പരിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെയും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തന്റെ ശരീരം നൽകുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യത്തിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തദാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തദാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ എല്ലാം ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇന്ന് എല്ലാ നല്ല ആശംസകളും നേടിയാണ്. വിശുദ്ധ കുർബാനയുടെ സ്വീകരണം എന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ നാം വചനം ഓർമ്മിക്കുകയും അതിനുശേഷം പിന്നീട് അപ്പം വിഭജിച്ച് നൽകുകയുമാണ് വിശുദ്ധ കുർബാനയോടുള്ള വിളിക്കുക. ഇവിടുത്തെ പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന അപ്പം ഭക്ഷിക്കുവാൻ യോഗ്യമാവുന്ന ദിവസത്തെ അല്ലെങ്കിൽ വിശുദ്ധാവിഭാവനം ചെയ്ത് വിശുദ്ധ കൂദാശ സ്വീകരിക്കുവാനായിട്ട് ഈ ശിശു ഒഴുകി വളർന്നുവരുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പഴയ നിയമത്തിലെ ആ അപ്പത്തെ കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനത്തിന് അവർക്ക് അനിവാര്യമായ സമയത്ത് മന്ന നൽകുന്ന നാമെ നാം കാണുന്നുണ്ടെങ്കിൽ അത് അവര് ഭക്ഷിക്കുവാനും അവരുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി നൽകുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകിയെങ്കിൽ അത് ഭക്ഷിക്കുന്നവർ ഭൗതിക അപ്പമാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നിത്യജീവന്റെ അപ്പം നൽകുന്ന വിശുദ്ധായാണ് നമ്മുടെ മുമ്പിൽ സുവിശേഷത്തിലൂടെ വ്യക്തമായിട്ട് സ്ലേഹന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ സ്വീകരിച്ച ഓരോരുത്തർക്കും ഓർക്കുവാൻ കഴിയുക, നാം ഓരോ ദിവസവും വിശുദ്ധ ബലിയിലൂടെ ഈശോയുടെ തിരിച്ചറിയ രക്തങ്ങൾ ഉൾക്കൊള്ളുക എന്നതിലൂടെ വചനം പങ്കുവെച്ച് വചനത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കി ഈശോയെ തങ്ങളുടെ സ്വന്തം ജീവന്റെ ഭാഗമാക്കുകയാണ് അപ്പം ഭക്ഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ തിരിച്ചറിയ രക്തങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ. അതുകൊണ്ട് ഇത് നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരും പൂർണ്ണ ബോധ്യത്തോടെ വചനത്തിലൂടെ ദൈവവചനത്തിലൂടെ വിശുദ്ധാൻ പറഞ്ഞു തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധാരെ വചനത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ അവിടുന്ന് വചനം മാംസമായി ധരിച്ചു എന്ന യോഹന്നാന്റെ സുവിശേഷം ആദ്യ അധ്യായത്തിൽ നാം കാണുന്നത് വ്യക്തമാവുന്നതും ഇപ്രകാരം ഈശോയെ സ്വീകരിക്കുന്ന അവസരത്തിലാണ്. അതുകൊണ്ട്
തങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഇടപെടുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വചനത്തിനനുസൃതമായി ജീവിക്കുവാൻ തങ്ങൾ തീരുമാനമെടുക്കുന്ന സമയം അത് ഈ അന്ത്യകുർബാനയുടെ സ്വീകരണത്തിന്റെ സമയം കൂടിയാണ്. കാരണം പൂർണ്ണമായ അറിവിനോട് ഈശോയെ സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കുവാനാണ് അവർക്ക് ഇത്ര നാൾ നമ്മൾ ഒരുങ്ങുവാനായിട്ട് അവസരം നൽകിയത്. അതുകൊണ്ട് പൂർണ്ണബോധത്തോടെ ഈശോയെ സ്വീകരിക്കുവാനും അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവർത്തിക്കുവാനും അങ്ങനെ വിവേകപൂർണ്ണമായി സമൂഹത്തിന് നാടിന് മാതാപിതാക്കന്മാർക്കൊക്കെ അനുഗ്രഹമായി മാറുവാനും ദൈവവചനം അവർക്ക് അവരുടെ വഴികളിൽ എപ്പോഴും പ്രകാശമായിട്ട് നിലനിൽക്കുവാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും മക്കളുടെ നേരിടും. നമുക്ക് ഒത്തിരി ഭാഗം പങ്കെടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരോടും രണ്ടുപേരും സന്തോഷമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ എഴുതുവാനും സന്തോഷമായി നീങ്ങുവാൻ അവർക്ക് ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കൃപയും ഉണ്ടാകുവാൻ നമുക്ക് യേശു ഭാവിയിൽ പ്രാർത്ഥിക്കാം. ഈശോയില്ലാമേ അനുഗ്രഹിക്കാം. എന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ദുരിതത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും പ്രേക്ഷിതത്വത്തിൽ വിജയപൂർണ്ണമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകളുടെയും പരസ്പരധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിപോഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷവരെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതകാലം അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കൊള്ളട്ടെ.
സഹോദരി, വിശ്വാസത്തിനകത്ത് നിങ്ങൾ സമാധാനം നൽകി. നമുക്കെല്ലാവർക്കും ശാന്തതയോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതിനെ സൂക്ഷിക്കും. വയോധികമായ രഹസ്യങ്ങൾ പ്രദർശിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ പാത്രം വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുത്താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദത ഭക്തിയോടുകൂടെ നിങ്ങളും തെറ്റി പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ.
സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയത്തിന് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രിയപുത്രനെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചുകൊടുക്കുന്ന രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും വർദ്ധിച്ചുപോകുന്നതിനെ സംസ്കരിക്കുകയും മൃതരാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ശുദ്ധീകരിച്ചുകൊണ്ട് ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ഞങ്ങളുടെ ബലഹീനമായ സമൂഹമായ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ സ്തുതി ബഹുമാനം കൃതജ്ഞതയോടെ സമർപ്പിക്കുന്നു. എപ്പോഴും നീക്കും. സാർവത്രിക സഭയുടെ നാമധനമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ നാമധനമായ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ പ്രധാനദീക്ഷന്മാരെ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ പ്രധാനദീക്ഷന്മാരായ മാർ ജോസ് മെത്രാനും പുരോഹിതന്മാർ സംസാരമാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കളും വിശുദ്ധ എല്ലാ പ്രവാചകന്മാരെയും ശിഷ്യന്മാരെയും രക്തസാക്ഷികളെയും ബഹുമാനിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാണെന്ന് വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധന്മാരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ക്ലേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമെല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ വാർത്തപോയെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുകയും ജനത്തിനും അയോഗ്യരായ വേണ്ടി ബാലങ്ങൾ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധവുമായ എഴുത്തുമേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാകുന്നതിന്റെ തിരുസന്നിധിയിൽ സമീപിക്കണത്തിന് നീതിമാന്മാരും വിശുദ്ധന്മാരും ആത്മന്മാരുടെയും പാപനസ്മരണയുടെ സമൃദ്ധമായ പ്രയാസങ്ങളെ ജീവകാലങ്ങളുടെ ശാന്തി സമാധാനങ്ങളെ അങ്ങ് മാത്രമാണ് പിതാവായ ഞങ്ങളുടെ കാവ്യവുമായ ജീവനായകമായ സാക്ഷികളെന്ന സജീവവും സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പരമ്പരാഗതമായ നിങ്ങളുടെ ശുദ്ധരെ ആദരവോടും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ Amen.
നാമസിനെ ആശ്രയിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ മനുഷ്യരുടെ മറ്റുള്ള വ്യത്യാസങ്ങളെ പ്രീതികളെല്ലാം വിശ്വസനാഥികളിൽ നവമായ ജീവിതത്തിനും കാരണമാക്കുകയും കർത്താവായ വേണ്ടിയുള്ള മഹനീയം വിസ്മയാപമായ ക്ഷമതയും സംഗീതങ്ങൾ നിരന്തരം പ്രകൃതിയും അങ്ങയുടെ അഭിഷ്ടപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ജീവനായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ സജീവവും ജീവനായകവുമായ ലോകങ്ങളുടെ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാമോ രക്ഷയെ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്തിനെ നാരായണ കൃപയും ഭാവോചനം കാഴ്ചയും ചെയ്യാം. Vive en el cielo, viverá por
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നവദനം നിഷ്ഠപരമാവ്യാപിപ്പാങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
കടങ്ങളുടെ ഉദയമാവുന്ന മോചനത്തിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കുകാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ യേശുവായി നീ ദാസരെയും സൃഷ്ടാവിനെയും സമർപ്പിച്ചുകൊള്ളുന്നു. നിന്നെ വിശ്വസിച്ചവരെ കരുണകളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മാത്രമുള്ളതായ രക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ ദൈവവാക്കുവാൻ സ്തുതിയോടുകൂടി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അനുപമ സ്നേഹം ആരിലും പകർന്നിടുന്ന സ്നേഹം അവികല സ്നേഹം ഏകദൈവമരുളിടുമാ സ്നേഹം അതിലലിയു പാടൂ നീ സ്തുതിഗീതം ആഴിപോലനന്തമായ സ്നേഹം അനുപമ സ്നേഹം ആരിലും പകർന്നിടുന്ന സ്നേഹം അവികല സ്നേഹം ദൈവദാനമെന്നിൽ ചൊരിയില്ലേ കൈ തുറന്നു നൽകുന്നവനല്ലേ സ്നേഹമാകുന്ന ദൈവമേ സ്വർഗഭോജ്യം നീ നൽകണേ സ്നേഹമാകുന്ന ദൈവമേ സ്വർഗഭോജ്യം നീ നൽകണേ ആഴിപോലനന്തമായ സ്നേഹം അനുപമ സ്നേഹം ആരിലും പകർന്നിടുന്ന സ്നേഹം അവികല സ്നേഹം
Today, we gather to witness and celebrate the spiritual journey of these young souls as they receive the body and blood of Christ for the first time. With a loud round of applause, let us all welcome Ethan and Aaron to the stage. Ladies and gentlemen, please put your hands together for Ethan and Aaron as they begin a new phase in their spiritual journey. Let me now invite the parents of Ethan and Aaron, dearly beloved Mr. Blesson and Mrs. Simi. Please join us on the stage. I invite Ethan and Aaron's paternal grandparents, Mr. P.J. Verghese and Mrs. Salama Verghese, as well as maternal grandparents, Mrs. Verghese Matthew and Mrs. Aniyama Verghese, to the stage to bless Ethan and Aaron with their presence. Now I invite Ethan and Aaron's aunts, Mrs. Bia Verghese and Mrs. Sini Elsie Verghese, and their uncle Toji Thomas, along with Ethan and Aaron's cousin Siona and myself, to the stage. Some of our close relatives are unable to attend this gracious occasion for various reasons. However, their hearts and minds are with us, sending blessings to you both. Now I ask Ethan and Aaron to light the candles in thanks to God Almighty, who has guided you for all these years and will continue to do so forever, and let this light illuminate you with the gospel and good news in the days to come. तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। छूने से तेरे हाँ तेरे हाँ तेरे फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। रहा ना मेरे काम का जग सारा, हो बस तेरे नाम से ही गुजारा। उलझ के यूं ना सुलझ न सकूं, जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। ओ सब कुछ मेरा चाहे, नाम अपने लिखा ले, बदले में इतनी तो यारी निभा ले। जग की हिरासत से मुझको छुड़ा ले, अपना बना ले, बस अपना बना ले। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया।
मशहूर, करना कभी तू मुझे नजरों से दूर। किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरां दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। मशहूर, करना कभी तू मैनू नजरों से दूर। पीछे चलिए तेरे पीछे चलिए, तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। मशहूर, करना कभी तू मुझे नजरों से दूर। किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के रातां लंबे आ रे, कटे तेरे संगे आ रे। के रातां लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरां दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के रातां लंबे आ रे, कटे तेरे संगे आ रे।
के रातां लंबियां लंबियां रे कटे तेरे संगिया संगिया रे। मशहूर करना कभी तू मैनू नजरों से दूर, पीछे चलिए तेरे पीछे चलिए तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं ना रहूं मेरे बिना तू। किथे चलिए तू किथे चलिए तू किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बावरे के रातां लंबिया लंबिया रे कटे तेरे संगिया संगिया रे। के रातां लंबिया लंबिया रे कटे तेरे संगिया संगिया रे। ഒരു നാളും മറക്കൂ